ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളെല്ലാവരും കാത്തിരുന്ന പവിത്രം സീസൺ 2 ജൂലൈ 13 തൊട്ട് സംപ്രേഷണം ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വിക്രത്തിൻ്റെയും വേദയുടെയും നല്ലൊരു കഥ കേൾക്കാം. അങ്ങനെ നമ്മുടെ വേദ ശ്രീകാന്തിൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാനായിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുകയാണ്. റെയിൽവേ സ്റ്റേഷനിൽ ചെന്നതിന് ശേഷം അവിടുന്ന് ട്രെയിനിൽ നേരെ വേദ പോകുന്നത് ഡൽഹിയിലോട്ടാണ് ചെല്ലുന്നെത്തുന്നത്. അവിടെ ചെല്ലുന്ന സമയത്ത് വേദയ്ക്ക് ഒരു സ്ഥലം പരിചയമില്ല. എവിടെയാണ് ഞാൻ താമസിക്കേണ്ടത് ഒന്നും അറിയാത്തൊരു സ്ഥലത്ത് ഒറ്റപ്പെട്ടാണ് വേദ അവിടെ ചെന്ന് നിൽക്കുന്നത്. ഒരു നിയോഗം എന്ന പോലെ തന്നെ വേദയ്ക്ക് അവിടെ സംരക്ഷണത്തിനായിട്ട് ഒരു പെൺകുട്ടി അവിടെ വരുന്നുണ്ട്. വേദയുടെ അതേ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയാണ് വേദയ്ക്ക് അവിടെ ഒരു കൈത്താങ്ങായിട്ട് സഹായത്തിന് നിൽക്കുന്നത്. ട്രെയിൻ ഇറങ്ങുന്ന വേദ എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ നിൽക്കുന്ന സമയത്ത് ആ പെൺകുട്ടി വേദയെടുത്ത് വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. എവിടെ നിന്നാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കുറച്ച് സംസാരിച്ചതിന് ശേഷം വേദ അവിടെ ബോധരഹിതയായി വീഴുകയാണ്. അങ്ങനെ ആ പെൺകുട്ടി വേദയെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. അവിടെ നിന്നാണ് വേദ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം ആ കുട്ടി മനസ്സിലാക്കുന്നത്. അതിനുശേഷം വേദയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം വേദയുടെ സുഹൃത്തായ ഒരു പെൺകുട്ടിയാണ്, അവളുടെ പേര് ശ്വേത എന്നാണ്. അങ്ങനെ ആ കുട്ടിയോട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. വേദയ്ക്ക് എവിടെയെങ്കിലും ഒരു സുരക്ഷിതമായ ഒരു താവളം ഏർപ്പാട് ചെയ്യണമെന്ന് ശ്വേത കരുതുന്നു. അങ്ങനെ വേദയോട് ചോദിക്കുന്നു. പെട്ടെന്നൊരു സ്ഥലം കണ്ടെത്താൻ പാടാണ്, അതുകൊണ്ട് വേദയ്ക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ എൻ്റെ കൂടെ താമസിക്കാമെന്ന് പറയുന്നു. അങ്ങനെ ശ്വേതയുടെ കൂടെ വേദയെ നേരെ താമസ സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ അവിടെ ചെന്നിട്ട് പറയും വേദയ്ക്ക് ഭക്ഷണവും മറ്റു കാര്യങ്ങളൊക്കെ ആ കുട്ടി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വേദ പറയുന്നുണ്ട്, എനിക്ക് ഇപ്പോൾ വേണ്ടത് ഒരു ജോലിയാണ്, എനിക്കൊരു ജോലി സംഘടിപ്പിച്ച് തരാൻ പറ്റുമെന്ന് ശ്വേതയോട് ചോദിക്കുന്നുണ്ട്. തൽക്കാലം തൻ്റെ കണ്ടീഷൻ ഇപ്പോൾ കുറച്ച് വീക്കാണ്, കുറച്ച് ദിവസം കഴിയട്ടെ, അതിനുശേഷം നമുക്ക് എവിടെയെങ്കിലും ജോലി അന്വേഷിക്കാമെന്ന് പറയുന്നു. ആ സമയത്ത് പറയുന്നുണ്ട് വേദ അഡ്വക്കേറ്റ് ആയിരുന്നു എന്നുള്ള കാര്യമൊക്കെ ശ്വേതയെടുത്ത് പറയുന്നുണ്ട്. അപ്പം നമുക്ക് എവിടെയെങ്കിലും ജൂനിയറായിട്ട് എവിടെയെങ്കിലും വക്കീൽ ഓഫീസിലെങ്ങാനും കയറാൻ പറ്റുമോ നോക്കാമെന്നൊക്കെ ശ്വേത പറയുന്നുണ്ട്. അപ്പോൾ വേദ ഇപ്പോൾ ഡൽഹിയിലാണ്. അപ്പോൾ പിന്നെ കാണിക്കുന്നത് ഡൽഹിയിലുള്ള ഒരു DCP ആണ്. DCPയും അദ്ദേഹത്തിൻ്റെ ഭാര്യ രാധികയും കൂടി ഒരു പർച്ചേസിങ്ങിനായിട്ട് പോവുകയാണ്. അങ്ങനെ ആ DCPയുടെ ഭാര്യ ഗർഭിണിയാണ്. അങ്ങനെ DCPക്ക് നല്ല പോലീസ് എസ്കോർട്ടുണ്ട്. എവിടെ പോകുന്നതിനും അവർക്ക് ഒരു എസ്കോർട്ടോട് കൂടിയാണ് പോകുന്നത്. ആ സമയത്ത് രാധിക പറയുന്നുണ്ട്, തരുൺനാഥ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, തരുണേട്ടാ നമുക്ക് എവിടെ പോകുമ്പോഴും ഇങ്ങനെ എസ്കോർട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്കൊരു പ്രൈവസി വേണ്ടായോ, അതുകൊണ്ട് തന്നെ പോലീസുകാരെയൊക്കെ ഒഴിവാക്കണം, നമുക്ക് പർച്ചേസിങ്ങിനൊക്കെ പോകുമ്പോൾ നമ്മുടേതായ ഒരു സ്വകാര്യത വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് അവരുടെ അടുത്ത്. അപ്പോൾ പറയും, ഒരു കാര്യം ചെയ്യ്, ഞാൻ അവരെ പറഞ്ഞു വിടാം എന്ന് പറഞ്ഞുകൊണ്ട് പറയും, നിങ്ങളിപ്പോൾ തൽക്കാലം ഞങ്ങളുടെ കൂടെ വരണം, ഞങ്ങളൊരു പർച്ചേസിങ്ങിനായിട്ടല്ലേ വന്നത്, ഒഫീഷ്യലായിട്ടുള്ള മീറ്റിങ്ങും കാര്യങ്ങളൊന്നും അല്ല, നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറയും. സാർ അത് മുകളിൽ നിന്നുള്ള ഒരു ഓർഡറാണ്, നമുക്ക് അങ്ങനെ സാറിനെ ഇപ്പോഴത്തെ കണ്ടീഷന് ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ പറ്റത്തില്ല, അതെന്തെങ്കിലും ഒഫീഷ്യൽ മീറ്റിങ്ങോ എന്തെങ്കിലും ഉള്ളപ്പോൾ നിങ്ങൾ കൂടെ വന്നാൽ മതി, ഇപ്പം നമ്മളൊരു പർച്ചേസിങ്ങിനല്ലേ വന്നേക്കുന്നത്, ഒരു കുഴപ്പമില്ല, നിങ്ങൾ പൊയ്ക്കോളാൻ പറയും. പക്ഷേ അവരെ അങ്ങോട്ട് പോകുന്ന സമയത്ത് തന്നെ കുറേ ഗുണ്ടകൾ ഇവരെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ചെയ്യണമെന്നുള്ള രീതിയിൽ തന്നെയാണ് അവന്മാർ പുറമേ നടക്കുന്നത്. എസ്കോർട്ട് ഉള്ള പോലീസുകാരെല്ലാം അങ്ങോട്ട് പോകുന്ന സമയത്ത് തന്നെ തരുണിൻ്റെ അടുത്തോട്ട് തന്നെ അവർ വരുന്നുണ്ട് തരുണിനെ അപകടപ്പെടുത്താൻ വേണ്ടി. ആ സമയത്ത് അപകടം മനസ്സിലാക്കുന്ന തരുണ് രാധികയെടുത്ത് പറയും, കുറേ നേരം കൊണ്ട് ഇവിടെ നിൽക്കുമില്ലേ, നമുക്ക് അകത്ത് ഷോപ്പിങ്ങിലൊക്കെ പോകാമെന്ന് പറയും. അങ്ങനെ ഷോപ്പിങ്ങിന് കയറി അവർ കുറച്ച് ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് തരുണിന് പെൺകുട്ടികളെയാണ് കൂടുതലിഷ്ടം, തരുണേട്ടിന് പെൺകുട്ടികളില്ലേ കൂടുതലിഷ്ടം, പിന്നെ എന്തു പറ്റി ഇതിനൊക്കെയുള്ള ആൺകുട്ടികളുടെ ടോയ്സൊക്കെ മേടിക്കാൻ നോക്കും. അത് കുഴപ്പമില്ല, എന്തായാലും രണ്ടും മേടിച്ച് വെക്കാം, ഏത് കുട്ടിയെ ജനിക്കാൻ നമുക്കറിയത്തില്ലല്ലോ എന്ന് പറയും. അങ്ങനെ അവർ കുഞ്ഞിനുള്ള ഉടുപ്പുകളും കുറേ ടോയ്സുകളും ഒക്കെ അവർ മേടിക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഗുണ്ടകൾ തരുണിനെ അപകടപ്പെടുത്താൻ വേണ്ടി മുമ്പോട്ട് വരുന്നത് കാണുന്ന തരുൺ രാധികയെടുത്ത് പറയും, തൽക്കാലം നീ ഇവിടെ ഈ കടയിൽ ഇരിക്കാൻ പറയും. എന്നിട്ട് പെട്ടെന്ന് ഷട്ടർ പിടിച്ചങ്ങ് താക്കുകയാണ്. അതിനുശേഷം അവന്മാരെ തരുൺ നേരിടുന്നുണ്ട്. എന്തോ അപകടം മനസ്സിലാക്കുന്ന രാധിക പെട്ടെന്ന് തന്നെ ഷട്ടർ നിറവേറമായിട്ട് നിൽക്കുകയാണ്. ആ സമയത്ത് തന്നെ ഷട്ടർ വലിച്ച് തുറക്കുന്ന സമയത്ത് കാണുന്നത് ഗുണ്ടകളുമായിട്ട് തരുൺ ഒരു ഫൈറ്റ് നടത്തുന്നൊരു സീനാണ് കാണുന്നത്. അത് കാണുന്ന ആ കുട്ടി ബോധം കെട്ടി വീഴുകയാണ്. അതിനുശേഷം പെട്ടെന്ന് തരുൺ അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട്. ആ ഗുണ്ടകളെല്ലാം തരുൺ ഓട്ടിക്കുന്നുണ്ട്, ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ്. അതിനുശേഷം നല്ല ഇൻറ്റേർണൽ ബ്ലീഡിങ്ങായിട്ടാണ് അവർ ഹോസ്പിറ്റലിൽ ചെല്ലുന്നത്. അങ്ങനെ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. അതിനുശേഷം ആ കുട്ടിയെ പറയും, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല രീതിയിൽ കെയർ ചെയ്താൽ മതി എന്നൊക്കെ പറയും. പെട്ടെന്നുള്ള ഷോക്കിലാണ് ഇങ്ങനെ സംഭവിച്ചതെന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട്. അതിനുശേഷം തരുണ് അവളുടെ അടുത്ത് മാറാതെ തന്നെ അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഭയങ്കര കർക്കശക്കാരനായ പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിലും ഭാര്യയുടെ മുമ്പിൽ വളരെ ലവബിളായിട്ടൊരു ഹസ്ബൻഡാണ് അദ്ദേഹം. അതിനുശേഷം വേദയുടെ സുഹൃത്ത് ശ്വേതയും കൂടി തന്നെ ജോലിക്കായിട്ട് പുറത്തോട്ടൊക്കെ അന്വേഷിക്കാൻ ഇറങ്ങുന്നുണ്ട്. അതേസമയം 2-3 വക്കീൽ ഓഫീസിലൊക്കെ ശ്വേത അന്വേഷിക്കുന്നുണ്ട്. ആ സമയത്ത് ജൂനിയേഴ്സിനെ ഒന്നും തൽക്കാലം ഏറ്റെടുക്കുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത്.
അതിനുശേഷം അത് വേദയ്ക്ക് നല്ല വിഷമമാവും. ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കേണ്ട അവസ്ഥ ആവരുത്. സ്വന്തമായിട്ട് തന്നെ ജോലി ഉണ്ടെങ്കിൽ തൻ്റെ കാര്യം നല്ലോണം നടക്കും. പിന്നെ ഡെലിവറി ഡേറ്റൊക്കെ അടുത്ത് വരികയാണ്. ആ സമയത്ത് വേദയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ചെക്കപ്പ് നടത്തിയൊക്കെ ചെയ്യിക്കുന്നത്. ആ സമയത്ത് വേദയ്ക്ക് നല്ല വിഷമമുണ്ട് ജോലി ഇല്ലാത്തതിന്. അത് പറയും, താൻ വിഷമിക്കേണ്ട, തൽക്കാലം നമുക്ക് എവിടെയെങ്കിലും ഒരു കോൾ സെൻറ്ററിൽ തൽക്കാലം ഒരു ജോലിക്ക് കയറാം. അതിനുശേഷം തനിക്ക് വേണമെങ്കിൽ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യാമെന്ന് പറയും. എങ്കിൽ അങ്ങനെ നോക്കാം, ഇതൊരു കോച്ചിങ് സെൻറ്ററിൽ തനിക്ക് നമുക്ക് ഏർപ്പാട് ചെയ്യാം. അപ്പോൾ താൻ എൻഗേജ്ഡ് ആകുമ്പോൾ തന്നെ തൻ്റെ ഒരു മൈൻഡ് നല്ല റിലാക്സ് ആവും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വേദ അതിന് സമ്മതിക്കും. അങ്ങനെ ശ്വേത ഒരു കോൾ സെൻറ്ററിലോട്ട് വേദയ്ക്ക് ഒരു ജോലി ഏർപ്പാട് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് രാവിലെ ജോലിക്ക് പോകും, തിരിച്ച് വരും. അങ്ങനെ അവർ നല്ല സന്തോഷമായിട്ട് വളരെ നല്ല അടുത്ത സുഹൃത്തുക്കളെ കണക്ക് അവരവിടെ ഡൽഹിയിൽ ജീവിക്കുകയാണ്. ആ സമയത്ത് വേദയുടെ കുഞ്ഞ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെയാണ് നമ്മുടെ വിക്രത്തിൻ്റെ കേസ് നടക്കുന്നത്. വിക്രത്തിൻ്റെ കേസ് നടക്കുന്ന ദിവസം കമലമ്മയും മാഷും കൂടി അങ്ങോട്ട് വരുന്നുണ്ട്. വിക്രം രക്ഷപ്പെടുമെന്ന് കരുതി തന്നെയാണ് അവർ വരുന്നത്. പക്ഷേ വിക്രത്തിനെ കോടതി ജീവപര്യന്തം ശിക്ഷിക്കുകയാണ്. ഇതറിയുന്ന കമലമ്മയും മാഷും ഒക്കെ തകർന്നു പോവുകയാണ്. രക്ഷപ്പെടുത്തണമെന്ന് കരുതിയാണ് അവരുടെ വീടും വസ്തുവും പോലും വിറ്റ് അവർ കേസ് നടത്തുന്നത്. പക്ഷേ ആ സമയത്ത് വിക്രത്തിനെ ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് വിധിക്കുന്നത് അറിയുന്ന മാഷിന് വളരെയധികം സന്തോഷമാവുകയാണ്. അതിനുശേഷം തെളിവുകളെല്ലാം വിക്രത്തിനെതിരെ ആയിരുന്നല്ലോ. കാരണം ദർശൻ്റെ അടുത്ത് സ്വന്തം അച്ഛനെ കൊന്നത് വിക്രമാണെന്ന് കൂടി നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പേരിൽ കുറേ കള്ള തെളിവുകളൊക്കെ ഹാജരാക്കിയിട്ടുണ്ട്. അങ്ങനെ കോടതി ശിക്ഷ വിധിക്കും. അതിനുശേഷം വിക്രത്തെ കണ്ട് മാഷും കമലമ്മയും കരഞ്ഞിട്ടാണ് തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത്. ഏത് വിധേനയും വിക്രത്തെ രക്ഷിക്കണമെന്ന് തന്നെ മാഷ് പറയുന്നുണ്ട്. വീട്ടിൽ വരുന്ന മാഷിന് കമലമ്മയ്ക്ക് നല്ല വിഷമമാണ്. കമലയ്ക്ക് തീരെ അങ്ങ് വയ്യാതാവും. അങ്ങനെ കമല ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം കമലയെടുത്ത് പറയും, കമല നീ വിഷമിക്കാതെ നമുക്ക് എങ്ങനെയെങ്കിലും വിക്രത്തിനെ പുറത്തിറക്കാൻ ശ്രമിക്കാമെന്നൊക്കെ പറയും. എൻ്റെ പ്രതീക്ഷയെല്ലാം തകർന്നു മാഷെ. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എൻ്റെ വിക്രം പുറത്തിറങ്ങണമെന്നുള്ളത്. വിക്രത്തിൻ്റെ ഭാര്യ വേദയും ഒരു കുടുംബമായിട്ട് ജീവിക്കണം എന്നൊക്കെ എൻ്റെ ആഗ്രഹമായിരുന്നു. എല്ലാം തകർന്നു പോയല്ലോ മാഷെ എന്നൊക്കെ പറയും. വേദ എവിടെയാണെന്നറിയത്തില്ല. ആ ശ്രീകാന്താണെങ്കിൽ അവളെ അന്വേഷിച്ച് തന്നെ കൊലപ്പെടുത്തുന്ന രീതിയിലാണ് നടക്കുന്നത്. എവിടെയാണെന്ന് പോലും വേദയെക്കുറിച്ച് ഒരു വിവരവും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. താൻ വിഷമിക്കാതിരിക്കും, നമുക്ക് വേദയെ അന്വേഷിക്കാം. വിക്രം തിരിച്ചു വരുന്ന സമയത്ത് വേദയും തിരിച്ചു വരുമെന്നൊക്കെ പറഞ്ഞ് കമല ആശ്വസിപ്പിക്കുന്നുണ്ട്. ആ സമയത്ത് ഡോറൊക്കെ അടയ്ക്കുമ്പോൾ പറയും, വേണ്ട മാഷെ ഡോറൊന്നും അടയ്ക്കണ്ട, ഡോറൊക്കെ അടച്ചാൽ എനിക്കൊരു ഇരുട്ട് കണക്ക് എന്തോ തോന്നുമെന്ന് പറയും. ആ സമയത്ത് വിക്രത്തിനെ വേദയും മാറി മാറി കമലമ്മ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മാഷ് പറയും, താൻ വിഷമിക്കേണ്ട, വേദയും വിക്രവും ഒരുമിച്ച് ജീവിക്കുന്നത് നമ്മൾ കാണും. അതിനുശേഷം നമ്മുടെ ജീവൻ പോലും പോത്തോളം എന്നൊക്കെ പറഞ്ഞ് കമല ആശ്വസിപ്പിക്കുന്നുണ്ട്. ആ സമയത്ത് പറയും, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ തന്നെ വിക്രം തന്നെ വേണം എൻ്റെ കർമ്മങ്ങൾ ചെയ്യാൻ എന്നൊക്കെ മാഷിനോട് പറയുന്നു. ആ സമയത്ത് മാഷ് പറയും, താൻ എന്തിനാണ് കമല ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത്, തനിക്കൊരു അപകടവും വരുത്തില്ല എന്നൊക്കെ പറഞ്ഞ് മാഷ് കമലയെ ആശ്വസിപ്പിക്കുകയാണ്. അതിനുശേഷം വേദയും ശ്വേതയും കൂടി ഡൽഹിയിലുള്ള പാർക്കിലൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം വന്നിരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. വിക്രത്തിനെയും കുടുംബത്തിനെക്കുറിച്ചും തൻ്റെ കുടുംബത്തെക്കുറിച്ചൊക്കെയാണ് വേദ ശ്വേതയോട് പറയുന്നത്. ആ സമയത്ത് കുറച്ച് കുട്ടികൾ അവിടെ നിന്ന് റീൽസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അത് കാണുമ്പം വേദ പറയും, ഇതേതോ മലയാളി കുട്ടികളാണെന്ന് തോന്നുന്നു, റീൽസൊക്കെ എടുക്കുകയാണല്ലോ എന്ന് പറയും. അങ്ങനെ വേദയും ശ്വേതയും അതൊക്കെ നോക്കുകയാണ്. ആ സമയത്ത് വേദ വിക്രമൊത്തുള്ള രാജാക്കാട് ഇടുക്കി ഭാഗത്ത് ജീവിച്ച ആ കുറച്ച് നല്ല നിമിഷങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ്. അതിനുശേഷം റീൽസൊക്കെ എടുത്തതിന് ശേഷം അവരങ്ങ് പോവും. അതിനുശേഷം വേദയും ശ്വേതയും അങ്ങ് വീട്ടിൽ വരികയാണ്. ആ സമയത്താണ് നമ്മുടെ ശ്രീകാന്തിനൊരു കോള് വരുന്നത്. അത് മറ്റാരുടെ ആയിരുന്നില്ല, ദർശൻ്റെ കോളായിരുന്നു. ദർശൻ നമ്മുടെ ശ്രീകാന്തിനെ വിളിച്ച് പറയുന്നുണ്ട്, ഞാൻ ഇന്ന് ഫോണിൽ ഒരു റീൽസ് കണ്ടു. ആ റീൽസിനകത്ത് ഒരാളെ ഞാൻ കണ്ടെന്ന് പറയും. അവ്യക്തമായ കണ്ടോള്. ശ്രീയേട്ടനത് നോക്കാൻ പറയും. ആരാ ദർശൻ എന്ന് പറയും. ശ്രീയേട്ടൻ നോക്കാൻ പറയും. കാരണം ദർശൻ പറഞ്ഞ കാര്യങ്ങൾ ദർശൻ പറഞ്ഞത് വെച്ചാണ് ശ്രീകാന്ത് നോക്കുമ്പോൾ അതിനകത്ത് കാണുന്നത് നമ്മുടെ വേദയാണ്. കുറേ നാളുകൊണ്ട് വേദയെ ശ്രീകാന്ത് അന്വേഷിക്കുകയാണ്. എവിടെയാണെന്നുള്ള കാര്യം ദർശൻ പറഞ്ഞാണ് ഇപ്പോൾ അറിയുന്നത്. നോക്കുമ്പോൾ വേദയും ഒരു കൂട്ടുകാരിയും കൂടി ഇങ്ങനെ നിൽക്കുന്നു. കാണിക്കുന്നത് ഡൽഹിയിലാണ്. അപ്പോൾ അവൾ ഇവിടുന്ന് എന്നെ പേടിച്ച് പോയത് ഡൽഹിയിലാണ് എന്ന് പറയും. അതിനുശേഷം ദർശനും ശ്രീകാന്തും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. പറയുന്നുണ്ട്, ദേവകിയുടെ 8ാമത്തെ പുത്രനെയാണ് അവളുടെ സഹോദരനായ കംസൻ വധിച്ചത്. ഇത് സ്വന്തം സഹോദരിയുടെ കന്യസന്തതിയെ തന്നെ വധിക്കാനായിരിക്കും എൻ്റെ വിധി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദർശൻ്റെ അടുത്ത് പറഞ്ഞ് നമ്മുടെ ശ്രീകാന്ത് അങ്ങ് ചിരിക്കുന്നുണ്ട്. അപ്പോൾ അവൾ ഡൽഹിയിലാണല്ലേ, എങ്കിൽ ഇനി അവളെ ജീവിച്ചിരിക്കാൻ അനുവദിച്ചുകൂടാ, അവളെ എത്രയും പെട്ടെന്ന് ഇല്ലാതാക്കണമെന്നൊക്കെ ദർശൻ്റെ അടുത്ത് ശ്രീകാന്ത് പറയുന്നുണ്ട്. അങ്ങനെ വേദയെ അന്വേഷിച്ച് ശ്രീകാന്ത് ഡൽഹിയിലോട്ട് പോവുകയാണ്. അപ്പോൾ തൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാനായിട്ട് വേദ
എന്തും ചെയ്യും എന്ന് ശ്രീകാന്തിന് അറിയാമായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കഥകളുമായിട്ടാണ് നമ്മൾ പവിത്രം സീസൺ 2 കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.